അനീഷ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലെയൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. മലയാളം സീസൺ 7 ഏതൊക്കെ ആയാലും നമ്മുടെ അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ആരെയും ബുള്ളി ചെയ്യാതെയും ആരെയും ഇറിറ്റേഷൻ ഉണ്ട്. എന്തായാലും ആരെയും ബുള്ളി ചെയ്യാതെയും ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാതെയും ആരുടെയും കുടുംബം തകർക്കാതെയും നല്ല രീതിയിൽ കളിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടാൻ സാധിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. അതേ കണക്ക് തന്നെ PR വർക്ക് ഉണ്ട്, പക്ഷെ അതികഠിനമായ PR വർക്ക് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് വിന്നറാവാൻ ഏറ്റവും പറ്റിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കേപ്പബിളായ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. അതേ കണക്ക് തന്നെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അവസാനിക്കുന്ന ആ വോട്ടിംഗ് സമയത്ത് പോലും അനീഷിൻ്റെ വോട്ട് നല്ല രീതിയിൽ കൂടുതലായിരുന്നു. അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകളിലെല്ലാം കൂടുതലായിരുന്നു. ഞാനും വിചാരിച്ചു അനീഷായിരിക്കും കപ്പെടുക്കുന്നതെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, അനുമോൾ കപ്പെടുത്തു. അത് അനുമോളുടെ ഫാൻസ് സപ്പോർട്ട്, അനുമോളുടെ പ്രേക്ഷക പിന്തുണ കാരണമുണ്ട്. ഈ റീ എൻട്രി സമയം വേറെയും അനീഷിനെ തകർക്കാൻ ഒരു PR കൊണ്ടോ ഒരു മാങ്ങയെ കൊണ്ടോ വന്നിട്ടില്ല. പക്ഷേ ടൈം പൊയ്ക്കൊണ്ടിരിക്കെ ഈ എക്സ് കണ്ടസ്റ്റൻസ് കാരണം അനുമോൾക്ക് സഹതാപ വോട്ട് കയറുകയും നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുകയും അനുമോൾ കപ്പെടുക്കുകയും ചെയ്തു. കാട്ടിക്കൂട്ടലും ഇതേ കണക്ക് ചെളിവാരി എറിയലും എവിടെയും കണ്ടിട്ടില്ല. അതേ കണക്ക് തന്നെ ബിന്നി, അതേ കണക്ക് തന്നെ റെന, ഇവർ രണ്ടും ഇപ്പോൾ ചെളിവാരി എറിയൊക്കെ കൂടുതലാണ്. അനുമോൾ ഇതൊന്നും നോക്കാതെ ഈ മഴ പെയ്തിറങ്ങിയിട്ട് ലാസ്റ്റ് ഈ പൊടിമഴ പെയ്യുമ്പോൾ നമുക്ക് അത്ര ഫീല് വരാത്ത കണക്ക് ഇത് രണ്ടും കൂടെ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. അനുമോക്ക് ഇതൊന്നും ഒരു കാര്യമല്ല. അനുമോക്ക് കൂടുതൽ ഈ ഇൻ്റർവ്യൂസും പിന്നെ അതേ കണക്ക് തന്നെ ഈ സ്റ്റേജ് ഷോസും പിന്നെ പൈസയും ബിഗ് ബോസിൻ്റെ വിന്നറാവാനും സാധിച്ചു. അപ്പം പിന്നെ അനുമോക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. പട്ടികളെ എവിടെയെല്ലാം കിടന്ന് കുരയ്ക്കും, കല്ലെറിയേണ്ട കാര്യവുമില്ല. അതൊരു ചെറിയ കടിക്കാത്ത പട്ടികളാണ്, കുരയ്ക്കത്ത് മാത്രമേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് അനുമോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അനുമോളുടെ ജീവിതം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ കണക്ക് തന്നെ ഇപ്പോൾ പുതിയൊരു വാർത്ത അറിയാൻ സാധിച്ചത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നു എന്ന്. അതും ഏഷ്യാനെറ്റിൻ്റെ വകയോ ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ അല്ല, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ. ഗ്രൂപ്പിൻ്റെ ഡോക്ടർ CJ റോയ് സാർ അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ അതാണ് പൊട്ടിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ആയാലും ഈ കള്ളവാർത്തയൊന്നുമല്ല കേട്ടോ, സത്യമായ വാർത്തയാണ്. ഞാൻ ഇവിടെ പ്രൂഫും വച്ചേക്കാം. എന്തായാലും അനീഷിന് 10 ലക്ഷം രൂപയുടെ വില്ല ദുബായിലോ അബുദാബിയിലോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതേ കണക്കുള്ള കള്ള ടീംസൊന്നും അല്ല. എന്തായാലും അതേ കണക്കുള്ള കുറേ കഴിവറടാ മക്കൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന വാർത്തകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് സത്യമായി നമുക്ക് അറിയാൻ സാധിച്ച ഒരു വാർത്തയാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ CJ റോയ് സാർ അല്ലേ, സാർ അനീഷിന് 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സാലെ കൊടുക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ വകയോ അല്ലാതെ ബിഗ് ബോസിൻ്റെ വകയോ ഒന്നുമല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി അദ്ദേഹം കൊടുക്കുന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. ജനങ്ങളുടെ മനസ്സിൽ അനീഷ് എപ്പോഴും ഒരു വിന്നറാണ് എന്ന് മാത്രം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നു.